ഞങ്ങളിപ്പോ 3 ഭാഗം പറഞ്ഞു വന്നു. ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ഭക്ഷണം, ശുചിത്വം, പിന്നെ ശാരീരിക വ്യായാമം. ഇനി വിശ്രമത്തിലേക്കാണ് പോണത്. വിശ്രമം എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഈ എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പ്രാചീന കാലം മുതലുള്ള ഈ കളരി പോലത്തതാണെങ്കിലും പുതിയ കാലത്തുള്ള നമ്മുടെ ഈ തൈക്കോണ്ട കുംഫു പോലത്തെ സംഗതികളാണെങ്കിലും ലാസ്റ്റ് വിശ്രമം അതിന്റെ നിർബന്ധ ഭാഗമാണ്. നമ്മുടെ ഈ ആസനം ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഈ ശീർഷാസനം പോലത്തെ സംഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ പേര് ശവാസനം എന്നാണ്. ഇത് ആസനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കടന്നിട്ട് നന്നായിട്ട് ശ്വാസം വിടുക, പിന്നെ അതേപോലെ തന്നെ പതുക്കെ അങ്ങനെ അതൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുന്നേറ്റ് പോകാൻ പറ്റും. അപ്പൊ ഒരു വിശ്രമം എന്ന് പറഞ്ഞാൽ വിശ്രമം നേരത്തെ പറഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആ ഒരു ഭാഗത്തിനും വരണം. അത് ശാരീരികമായിട്ടുള്ള വിശ്രമം, മാനസികമായിട്ടുള്ള വിശ്രമം, സാമൂഹികമായിട്ടും വിശ്രമം വേണം. അപ്പൊ സമൂഹം മൊത്തത്തില് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു വിശ്രമം കിട്ടുള്ളൂ. നേരത്തെ കർഷകന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കർഷകന് കുറച്ചാളുകളെ ഉള്ളൂ, അവര് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, മറ്റു കുറെ ആളുകൾ അധ്വാനിക്കുന്നില്ല. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ ചെയ്യുമ്പോൾ അവരുടെ അധ്വാനത്തിൽ കുറച്ച് ഒരു കുറവ് കിട്ടും. എല്ലാവരും പാടെ അധ്വാനിക്കാൻ പറ്റൂല വിശ്രമമില്ലാതെ. അപ്പൊ എല്ലാ ഒരു ബാലൻസിങ് ഉണ്ടാവുക ഈ വിശ്രമത്തിലും. വ്യക്തിപരമായ വിശ്രമമാണ് പൊതുവെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. കുറിച്ച് നിബിധങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഖുർആനിൽ തന്നെ രാത്രിയാണ് വിശ്രമത്തിന്റെ, അത് ഉറക്കമാണ് ശരിയായ വിശ്രമം. അപ്പൊ ജഅൽനാ നൗമക്കും സുബാത, അതോടൊപ്പം ഉറക്ക വിശ്രമമാണ്. അതോടൊപ്പം രാത്രിയിലാണത് വേണ്ടത്. ഈ ഓർഡർ തെറ്റിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ കോൾ സെന്ററിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ അവർക്ക് 30-40 വയസ്സ് കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ്. കാരണം നേരം വെളുക്കണം. അമേരിക്കയിലെ കസ്റ്റമറാണ് വിളിക്കുന്നത് ആ കമ്പനിന്റെ പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കാൻ. അതിന് ഉത്തരം പറയുന്നത് കൊച്ചിയിൽ നിന്നാണ്. അമേരിക്കയിൽ പകലാവുമ്പോ ഇവിടെ രാത്രി മറിച്ചുവാണല്ലോ. അപ്പൊ അമേരിക്കയിലെ കസ്റ്റമർ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ രാത്രി 11-12 മണിയാകുന്നുണ്ട്. അപ്പൊ നേരം വെളുക്കോളം ഉറക്കം വയ്ക്കുക. ഈ രാത്രി ഡ്യൂട്ടിയുള്ള ആളുകൾ ഓരോ ശരീരം ചതിലൊടിക്കാണ്. സത്യം പറഞ്ഞാലേ ഈ രാത്രി ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ ഉറങ്ങുന്നതിന് പകരം പകല് 2 മണിക്കൂർ ഉറങ്ങിയാലാവില്ല. കാരണം സെക്കനാന്നാണല്ലോ വജഅൽനാ നൗമക്കും വജഅൽനൽ ലൈല ലിബാസ. രാത്രി നമുക്ക് ഉറങ്ങാനുള്ള ഒരു മറയാണ്. ആ സൂര്യനായിട്ട് ഓഫാക്കിയിട്ടുള്ള ആ മറ നമ്മളിപ്പോ ഇനി ലൈറ്റ് ഓഫ് ആക്കിയാലേ നമ്മുടെ ഉറക്കം കിട്ടുള്ളൂ. അല്ല, അതോടൊപ്പം ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മളിപ്പോ ഇത് കൺട്രോൾ ചെയ്യാണല്ലോ. രാത്രി നമ്മൾ ഉറങ്ങാതിരിക്കാൻ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ കാല് വെള്ളത്തിൽ വെച്ചൊക്കെ നോക്കുകയാണ്. നേരെ വെച്ചാൽ അങ്ങനത്തെ കൺട്രോൾ ഇല്ലാതെ പ്രകൃതിപരമായി നടക്കുന്നവരാ മനുഷ്യരല്ലാത്ത ജീവികൾ. അത് പൊതുവെ മൊത്തം രാത്രി ഉറങ്ങാണ്. പിന്നെ ഉറങ്ങാത്ത ചില ടീമുണ്ട്. കാരണം അവരുടെ ആരോഗ്യം ഉണ്ടാവില്ല. ഹിംസ്രജീവികൾ ഭക്ഷണം അവർക്ക് രാത്രി ഭക്ഷണം കിട്ടുള്ളൂ, പകൽ അവർക്ക് അതിന് കഴിയില്ല. അത് മാത്രമല്ല അവരുടെ ശരീരവും അതിനനുസരിച്ചാണ് ഭാഗപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമുക്കിപ്പോ ഈ ഇതിൽ പറയുന്നിടത്ത് ശാസ്ത്രീയമായിട്ട് തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് സർക്കാഡിയം റിതം എന്ന് പറയും, 24 മണിക്കൂർ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതില് പ്രത്യേകിച്ച് ഈ വിശ്രമത്തിന്റെ സമയത്ത് പാതിരാത്രി 12-3 മണിന്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് മെലറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഉണ്ട്. അതൊക്കെ ശരിയായ രൂപത്തിൽ വന്നാലേ നമ്മുടെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതെ, ആ സമയത്താണ് അത് ഉണ്ടാവുന്നത്. ഈ 12 മണിന്റെ 3 മണിന്റെ ഇടയിൽ. അങ്ങനെ ഓരോ ഇതിനും ഈ ശാസ്ത്രീയമായിട്ട് തന്നെ ഈ രാത്രി സമയത്ത് ഉറക്കത്തിന്റെ പ്രാധാന്യം ഉണ്ട്. രാത്രി എത്ര മണിക്കൂർ ഉറങ്ങല അപ്പൊ നല്ലതെന്നാണ്? നേരത്തെ രാത്രി ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ളത് നേരത്തെ ഭക്ഷണം കഴിക്കണം. സന്ധ്യ 7 മണി സമയത്തൊക്കെയാണ് നല്ലത്. ഈ ഉറങ്ങിക്കഴിഞ്ഞാല് ദഹന പ്രക്രിയ കുറയുന്നതുകൊണ്ടാണോ അത്? അതെ, ഫുള്ള് റെസ്റ്റ് നമുക്ക് പോകണം. അപ്പൊ മിനിമം വർക്ക് എല്ലാ ആന്തരിക അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് മിനിമം വർക്കിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല. കുറച്ച് സമയം അതെ ഒരു 4 മണിക്കൂർ ശരിക്ക് ദഹനത്തിന് വേണം. അപ്പൊ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പാടുള്ളൂ. പിന്നെ കിടന്ന ശേഷം എല്ലാത്തിനും റെസ്റ്റ് കൊടുക്കുന്ന പോലെ പൂർണ്ണമായ റെസ്റ്റ് അല്ല, അവര് മിനിമം ലെവലിൽ എന്നാ പറയുന്നത്. വയറൊക്കെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, മൂത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പൊതുവെ വൈദ്യശാസ്ത്രത്തിലൊക്കെ ഏളി നൈറ്റിൽ ഉറങ്ങലും മോർണിംഗിൽ എഴുന്നേൽക്കും. അത് നമ്മളിപ്പോ ഈ വിജയം നേടിയ ബിസിനസ്സുകാരെ പറ്റിയുള്ള പുസ്തകങ്ങളിലൊക്കെ ഒരു ഒട്ടുമിക്ക പേരും നമ്മുടെ ചിത്രപ്പള്ളി ആണെങ്കിലും അംബാനി ആണെങ്കിലും പിന്നെ രാഷ്ട്രീയക്കാര് കെ കരുണാകരൻ അങ്ങനെ തുടങ്ങിയ EMS ഒക്കെ 4 മണി അതിന്റെ മുന്നൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്നവരാണ്. EMS നമ്പൂതിരിപ്പാടൊക്കെ അങ്ങനെ തന്നെയാണെന്ന് അയാളുടെ പല പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയക്കാരാരാണെങ്കിലും ഈ നന്നായിട്ട് എനർജറ്റിക് ആയി നിൽക്കുന്ന ആളുകളൊക്കെ അതാണ് ചെയ്യുന്നത്. കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 3 ഭാഗമാക്കിയിട്ടായിരുന്നു. ഒരു ഭാഗം ഇൽമിന് വേണ്ടി അറിവ് പഠിക്കാനും പ്രചരിപ്പിക്കാനും 4 മണിക്കൂർ രാത്രി, 4 മണിക്കൂർ ഇബാദത്തിന്, 4 മണിക്കൂർ വിശ്രമം. അത്രയായിരുന്നു അവര്. ഓരോരുത്തരുടെ ശരീരം എത്രയാണോ പറയുന്നുണ്ടല്ലോ പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്ന നല്ല ഒരു
കായികാധ്വാനമൊക്കെ ഉള്ള ആൾക്ക് രാത്രി കുറച്ച് വിശ്രമം കൂടുതൽ നല്ലതാണ്. അതേപോലെ കുട്ടികൾക്ക് വിശ്രമം നല്ലതാണ്. കൂടുതൽ വേണ്ട ഒരു 8 മണിക്കൂറൊക്കെ എന്തായാലും കുട്ടികളുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ ആന്തരികമായിട്ട് ഒരു സൈക്കിൾ, ഒരു ഉറക്കത്തിന്റെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയും. ഉറക്കത്തിന്റെ ഒരു സൈക്കിൾ ശരിക്കും 90 മിനിറ്റ് ആണെന്ന് പറയുന്നത്. 90 മിനിറ്റിന്റെ ഉള്ളിൽ 4 സ്റ്റേജിലൂടെ, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 3യും സ്റ്റേജ് 4ഉം ഡീപ്പ് സ്ലീപ്പാണ്, വളരെ ആഴമേറിയിട്ടുള്ള. അപ്പൊ അത് കിട്ടണം ശരിക്കും. അപ്പൊ ഓരോ 90 മിനിറ്റിന്റെ ഉള്ളിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു 90 മിനിറ്റ് അനന്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കം പെർഫെക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ വയസ്സ് അനുസരിച്ചൊക്കെയാണ്. ഏതായാലും ഒരു 5 മണിക്കൂറിലെങ്കിലും ചുരുക്കണം നമ്മൾ ഉറക്ക് അല്ലേ. കാരണം ഈ ആയുസ് ഉറങ്ങി തീർക്കാൻ ഉള്ളതല്ലോ. മുമ്പ് 60 വയസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ പിന്നെ എത്ര 27,000 ദിവസങ്ങളിട്ടുണ്ടാകുക അല്ലെ, 60 വയസ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിൽ നമ്മള് ദിവസം ശരാശരി 8 ഉറങ്ങിയാല് ഒരു ദിവസത്തിന്റെ 1/3 ഉറക്കായി. അപ്പൊ 60 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാൾ ദിവസം 8 മണിക്കൂർ വീതം ഉറങ്ങിയാല് 20 കൊല്ലം ഉറങ്ങിയാണ്. അപ്പം ഉറങ്ങി ആയുസ് നശിപ്പിക്കരുത്. നമ്മളെ ശരീരത്തെ പരിശീലിപ്പിച്ചൊന്ന് പാകപ്പെടുത്തിയിട്ട് ഒരു 5 മണിക്കൂറിലേക്കെങ്കിലും ഉറക്കം നമ്മൾ ശീലിച്ചു കൊണ്ടുവരണം. വിശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഉറക്കം. വിശ്രമം ശരിക്കും നമ്മള് 24 മണിക്കൂറിന്റെ ഉള്ളിൽ പല സമയത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് മനുഷ്യന്റെ ഒരു പ്രകൃതി തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക് നമ്മൾ കുറച്ച് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഓട്ടോമാറ്റിക് റെസ്റ്റ് എടുക്കുക. കൈക്കോട്ടൊത്തുന്നത് അങ്ങനെയാണല്ലോ, 2 ഒത്തുവെച്ചാൽ പിന്നെ കോലെടുക്കുമല്ലോ, വിശ്രമ കോല്. എന്നിട്ട് അതുകൊണ്ടൊന്ന് വരുത്തിയിട്ട് ആ ഒരു വിശ്രമമാണ്. ഇടവിട്ട് നമ്മുടെ 2 റക്അത്താണല്ലോ നിസ്കാരം, വിശ്രമം ഉണ്ടല്ലോ. സലാം കിട്ടിയിട്ട് ഇതല്ലാതെ 20 റക്അത്ത് ഒന്നും കേൾക്കണില്ല. 4 റക്അത്തുള്ളതിനും ഇടക്ക് വിശ്രമം. 4 റക്അത്തിലൊരു അത്തഹിയ്യാത്തുണ്ടല്ലോ, അതൊരു വിശ്രമമാണ് ശരിക്ക്. അപ്പം ഈ 4ഉം കൂടുമ്പം ആണ് ശരിക്കും നമ്മൾ ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുക. നമ്മള് സാമൂഹിക ആരോഗ്യങ്ങളിലേക്ക് മാനസികാരോഗ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. നമ്മളെ സമയം കുറച്ച് കിടന്നിട്ട് ഒന്നുകൂടി ഡോക്ടർ ഇതൊന്ന് ടച്ച് ചെയ്താന്നല്ല. മാനസികമായ ആരോഗ്യം കൂടി ഉണ്ടാകുമ്പോഴല്ലേ ശരിയായ ആരോഗ്യം ഉണ്ടാകും. സാമൂഹിക ആരോഗ്യം ഇസ്ലാമിൽ അധികം പറയേണ്ടതില്ല. കാരണം സക്കാത്ത്, സദഖ, പരസ്പര സമാജം, പിന്നെ അയൽവാസിയോടുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി സാമൂഹികമായ ആ ഒരു സ്നേഹ ജീവിതം ഇസ്ലാമിന്റെ ഒരു മൗലിക ഭാഗമാണ്, കേവല അനുബന്ധമല്ല. വിഷ്വൽ സൈക്കിൾ എന്നാ പറയുന്നത്. അതായത് ഈ വ്യക്തിപരമായ ആരോഗ്യം, അവരുടെ ശാരീരികം, മാനസികം, സാമൂഹികം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിനൊക്കെ ഒഴിവാക്കാൻ കഴിയില്ല. അതാണ് സർക്കിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിളാണ്. അതുകൊണ്ട് പിന്നെ ഈ നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ഭക്ഷണ രീതികൾ, അതിൽ നമ്മൾ ലഹരികൾ ഒഴിവാക്കിയിട്ട്, ലഹരിയെ കുറിച്ച് ഇപ്പൊ മാനസികമായിട്ട് നമുക്കറിയാം. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ WHO ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്. അത് എല്ലാ രോഗങ്ങളെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അതിൽ 5th ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്ററാണ് ശരിക്കും മാനസികവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങള്. അതില് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഈ ലഹരി ഉപയോഗം എന്നുള്ളത് ഒരു മാനസിക രോഗമാണ്. ഇപ്പോ അതിന്റെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ DSM-5 അതിലൊക്കെ കാണാം ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, മദ്യം ഉപയോഗിക്കുന്ന ഒരു രോഗം, ടൊബാക്കോ യൂസ് ഡിസോർഡർ. അതായത് നമ്മൾ ദുശ്ശീലമായിട്ട് തുടങ്ങുകയും പിന്നീട് അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് അത് രോഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു രോഗത്തിലേക്ക് അത് നയിക്കുന്നുണ്ട് ശരിക്കും. ശാരീരിക രോഗങ്ങൾ വേറെ, ആ ഉപയോഗിക്കൽ എന്ന രോഗമാണിത്. ഉപയോഗിക്കുന്നതിന്റെ സൈഡ് എഫക്ട് ആയിട്ടുള്ള നമ്മളിപ്പോ ഈ ഭക്ഷണം ക്രമം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ട വിധം ഭക്ഷണത്തിലോ ജീവിതശൈലിയിലൊക്കെ ഉള്ള പ്രശ്നം കാരണം നമ്മൾ അറ്റാക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ ഈ ദുസ്വഭാവങ്ങൾ തുടങ്ങിയത് കാരണം പിന്നെ അവർ ഈ ലഹരിജന്യ രോഗത്തിലേക്ക് പോവാണ്. അത് ശാരീരികമായ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ലിവർ പോവുക, അതേപോലെ ഈ മദ്യം കാരണം, പുകവലി കാരണമൊക്കെ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊരു മാനസിക രോഗം തന്നെയാണ് എന്ന തലത്തിലേക്കാണ് ഇപ്പോ ശാസ്ത്രം. കുടുംബത്തെയും സാമൂഹിക രോഗമാണ്, പിന്നെ അത് മൊത്തത്തിലേക്ക് ബാധിക്കാണ്. സാമൂഹിക രോഗമാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഷുർബുൽ ഖംരി എല്ലാ തിന്മകളുടെയും ചാവിയാണ്. ഇതിലൂടെ ഒക്കെ വായിക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് സംഭവം. ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം എതിർത്ത പോലെ മറ്റൊന്നും എതിർത്തിട്ടുണ്ടാവില്ല. എല്ലാം കണ്ടുകൊണ്ടുള്ള പ്രിവെൻഷനാണ്, നേരത്തെ ഇത് എത്താതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം. ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കത്? മാനസികാരോഗ്യം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ സന്തുലിതാവസ്ഥ. മനസ്സിന്റെ നമ്മൾ കാണുന്ന ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ അങ്ങനത്തെ രോഗം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യം. ഇപ്പോ ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ കാണുന്ന 4 ഒരു സ്ത്രീക്ക് വിഷാദ രോഗം ഉണ്ട്, ഡിപ്രഷൻ. 10 പുരുഷന് ഡിപ്രഷൻ. അപ്പൊ ഈ ഒരു 2018 തോന്നുന്നു ഈ ലോകാരോഗ്യ സംഘടനയുടെ തീം തന്നെ ലെറ്റസ് ടോക്ക്, ഡിപ്രഷൻ ലെറ്റസ് ടോക്ക്, വിഷാദത്തെ നമുക്ക് ഒഴിവാക്കാം, സംസാരിക്കൂ എന്നായിരുന്നു. അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളറിയാതെ കുറെ മാനസികമായിട്ടുള്ള അസന്തുലിതാവസ്ഥകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ
പേടികള്, അതേപോലെ ആങ്സൈറ്റി, ഉത്കണ്ഠ രോഗങ്ങള് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അതൊന്നും നമ്മൾ ഒരുവിധം എല്ലാത്തിനും മരുന്ന് വേണം എന്നുള്ളതല്ല. ശരിക്കും നല്ല ഒരു ഇടപെടല് പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നം പരിഹരിക്കാൻ ശരിക്കും തന്നെയാണ്. നമ്മളിപ്പോ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളാണല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോരാട്ടമാണല്ലോ. അതിനെ തരണം ചെയ്യാനുള്ള മാനസിക കരുത്തുണ്ടായെങ്കിൽ മാത്രമേ ഈ മാനസിക രോഗങ്ങൾക്ക് അവസാനം ഉണ്ടാവുള്ളൂ. അത് യഥാർത്ഥത്തിൽ ചെന്ന് ചേരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അലാബിദിക്കില്ലാഹി തത്തുമഇന്നുൽ ഖുലൂബ്, പടച്ചോനെ ഓർക്കുന്നതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിന് അടക്കം കിട്ടുക. അത് അള്ളാഹുലേക്ക് തവക്കുലാക്കി ഇത് പടച്ചോൻ നിങ്ങൾക്ക് ജീവിതത്തിൽ തരുന്ന ഒരു പരീക്ഷണമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് എന്ത് ചെയ്യും? മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചത് പ്രശ്നമല്ലല്ലോ. അജബല്ലി അംരിൽ മുഅ്മിൻ ഹദീസ് കാണാം. വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഇന്ന അസ്വാബഹു ഖൈറുൻ ഹമിദുല്ലാഹു വശക്കറ അലൈഹി. ഒരു നന്മ കിട്ടിയാൽ അമിതമായ ആഹ്ലാദിക്കൂല, പകരം എന്ത് ചെയ്യും? അള്ളാഹിനെ സ്തുതിച്ച് അത് കിട്ടിയതിന് കൂടുതൽ അള്ളാഹ്ക്ക് നന്ദി ചെയ്യും. വൈൻ അസാബഹു ഷർറുൻ സ്വബറ വഹ്തസബ. ഒരു തിന്മ വന്നാലോ ഓൻ ക്ഷമിക്കുകയും അതിന് അള്ളാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുമല്ലോ എന്ന് ചിന്തിക്കും. ആത്മഹത്യക്ക് പോകില്ല. അപ്പൊ രണ്ട് അവസരത്തിൽ ഓൻ എന്ത് ചെയ്യും? ഓന്റെ മാനസികാവസ്ഥ പിടിച്ചു നിർത്താൻ പറ്റും വിശ്വാസി. എല്ലാ പഠനം അനുസരിച്ചും ആത്മഹത്യ വളരെ കുറവ് മുസ്ലിം സൊസൈറ്റിയിലാണ്. അതിപ്പോ ഇസ്ലാം വെറും പേരിലായ ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയിൽ പോലും ആത്മഹത്യ കുറവാണ്. നമ്മുടെ കേരളം ഇങ്ങനെ മരിക്കണമോ എന്ന് പറഞ്ഞ ആത്മഹത്യത്തെ കുറിച്ച് സിബി മാറ്റുന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ മുഅ്മിനീങ്ങൾ ജീവിക്കുന്ന മലപ്പുറത്താണ്. മതം കുറെയൊക്കെ പാലിക്കുന്നത് കൊണ്ട് അവിടെ ആത്മഹത്യ വളരെ കുറവാണ്. അത് വളരെ പ്രധാനം. കുറെയൊക്കെ പാലിക്കുന്നുള്ളൂ. മുഴുവൻ പാലിക്കുകയാണെങ്കിൽ ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറവ് ആത്മഹത്യ കുവൈറ്റിലാണ്, പിന്നെ മുസ്ലിം രാജ്യങ്ങളിലാണ്. ഈ കുവൈത്തിൽ തന്നെ കുറച്ച് ആത്മഹത്യ വരുന്നത് വിദേശികളും മറ്റുമാണ്, ഫിലിപ്പൈനികൾ. അത് കുവൈത്തിന്റെ ലിസ്റ്റിലാണ് വരിക. അപ്പൊ ഈ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് പറയുന്നത് പല അവസ്ഥകളിലാണ്. ആത്മഹത്യ ഒരു എടുത്തുചാട്ടായിട്ട് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുണ്ട്, ചില പേഴ്സണാലിറ്റികളൊക്കെ. ഒരു അപ്പോഴത്തെ ഒരു ദേശത്ത് അതേ സമയത്ത് ആത്മഹത്യ കുറച്ച് ഗാഠമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ വിഷാദ രോഗത്തിലേക്ക് എത്തിയിട്ട് പിന്നെ ജീവിതം വഴിമുട്ടിയ പോലെ തോന്നുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഈ ഇസ്ലാമിന്റെ ഒരു വിഷയം അവിടെ കിടക്കുന്നത്. ശരിക്ക് നമുക്കൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, അള്ളാഹു മേലെ ഉണ്ട് എന്നുള്ള ഒരു. അതിന്റെ പുറമെ ഇപ്പൊ ഒരു രോഗിയെ എത്രമാത്രം സംരക്ഷിക്കണം, പരിചരിക്കണം, അത് നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാമിൽ. ഇപ്പൊ യൂറോപ്പിലൊക്കെ മക്കള് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മനെയും ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കാന്നുള്ളതാണ് രീതി. കാരണം അപ്പൊ രണ്ട് കുടുംബമായി, അച്ഛനും ഇയാളും അടങ്ങുന്ന കുടുംബം, ഇയാളും വൈഫും മോനുള്ള കുടുംബം, പിന്നെ രണ്ടു കുടുംബം ഒന്നിച്ചു പോകില്ല എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അത് നമ്മുടെ ഗോപിനാഥ് മുതുക്കാട് അയാൾക്ക് ഒരു പ്രോഗ്രാമിൽ ഉള്ള അനുഭവം വെച്ച് അയാൾ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിച്ചെങ്കിലേ സ്വർഗം കിട്ടൂ എന്ന് പറയുമ്പോ ഇപ്പൊ കുറെ ഇസ്ലാമിനെതിരെ പരിഹസിക്കാറുണ്ട് മതവിരുദ്ധരൊക്കെ. ഇസ്ലാം കോപ്പയാണെന്ന് പറയും രവിചന്ദ്രൻ സി ഒക്കെ. എന്നുവെച്ചാൽ കൊതിപ്പിക്കലും പേടിപ്പിക്കലും. പിന്നെ ചെയ്താൽ സ്വർഗം എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുക, മറ്റേ ചെയ്താൽ നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. സത്യത്തിൽ ഈ ഒരു സംഭവം സാമൂഹികമായ സന്തുലിതാവസ്ഥ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത് നമുക്ക് ഇസ്ലാമിൽ മാത്രമാണല്ലോ, ഏതൊരു രാഷ്ട്രത്തിനും അങ്ങനല്ലേ. പിന്നെ ഓരോ ഭരണകൂടവും ഇല്ലേ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലാതെ ജയിലുണ്ട് എന്ന് പറയുന്നത്, ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു വൃദ്ധനായ മാതാവ്, വൃദ്ധയായ മാതാവ്, അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഭൗതികമായ ആനുകൂല്യങ്ങളൊന്നുമില്ല, ചെലവ് കൂടുതലാണ്. ഒരു കണ്ണിന് തിമിരം നീക്കിയ പിന്നെ 6 മാസം കഴിഞ്ഞാൽ മറ്റേത്, അതിന്റെ ഇടയ്ക്ക് വീണ് പൊട്ടൽ, ഇങ്ങനെ പ്രശ്നമാണ്. പക്ഷെ ഇതിനെ വേണ്ട വിധം സംരക്ഷിച്ചാലേ സ്വർഗമുള്ളൂ എന്നുള്ള കൊതിപ്പിക്കലും, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കയ്യിൽ നിന്ന് ഇവരായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നരകം എന്നുള്ള പേടിപ്പിക്കലും ഉണ്ടാവുമ്പോ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ മാനസികമായ ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാമൂഹികമായ ബന്ധങ്ങളൊക്കെ സ്വാധീനിക്കുന്ന നല്ലൊരു ആരോഗ്യ രീതി. ഒരു സാമൂഹിക ജീവി എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം ക്ലിയർ ആയിരിക്കണം. സപ്പോർട്ട് സിസ്റ്റം സ്വാഭാവികമായിട്ടും മനുഷ്യനെ ഇങ്ങനെ അത് ലംഘിക്കാൻ ഒരു ത്വര ഉണ്ടാവും. അപ്പോ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിലനിർത്തണമെങ്കിൽ ഇതേപോലെ നിയമം, അതിപ്പോ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നിയമപരമായിട്ട് രാജ്യങ്ങളൊക്കെ പല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അതൊന്നുമില്ലെങ്കിൽ മനുഷ്യന് പക്ഷെ അത് ലംഘിക്കാൻ പറ്റും നിയമങ്ങള്. നേരെ മറിച്ച് മതപരമായ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹു നമ്മളെ സാമൂഹികാരോഗ്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു 100 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോ ഒരു മതവിരുദ്ധൻ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്ക് അത് നഷ്ടമാണ്, കൊടുത്തു പോയി. കാരണം വെച്ചാൽ മുസ്ലിം കൊടുക്കുമ്പോ അതിനവന് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം വേറെ കിട്ടാൻ അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ യുക്തിവാദികളുടെ നേതാവ് അയ്യൂബ് മൗലവിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോ അവർ ദയനീയമായ പോസ്റ്റർ ഇട്ടു. എന്തായിരുന്നു അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതവിശ്വാസിയാണെങ്കിൽ അവരെ ഏറ്റെടുത്തത് വേണ്ട ചികിത്സ കൊടുത്തിട്ടുണ്ടാവും. ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടാണ്, ആരും സഹായിക്കാനുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു 100 രൂപയെങ്കിലും തരണം, 100 രൂപയെങ്കിലും തരണം. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 100 എന്ന് പറഞ്ഞാലൊന്നും അവൻ കൊടുക്കൽ തന്നെ അതിന്റെ അപ്പുറം കൊടുക്കും. പ്രതീക്ഷകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷാദ രോഗത്തില്
3 പ്രധാന പോയിന്റുകളാണ്. ഐഡിയാസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് ആൻഡ് വർത്ത്ലെസ്നെസ്. സഹായിക്കാനില്ലാന്ന് തോന്നുക, പ്രതീക്ഷകൾ നഷ്ടപ്പെടുക, ഇത് ജീവിതത്തിന് അർത്ഥമില്ലാന്ന് തോന്നുക. ഈ 3 അവസ്ഥകളിലാണ് വിഷാദം തീവ്രമാകുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് അക്രമവാസനയിലേക്കൊക്കെ എത്തും. കാരണം എനിക്ക് ഒന്നുമില്ലാത്തപ്പോ മറ്റവനത് അനുഭവിക്കരുത്. പൊതുവെ ഡിപ്രഷന്റെ ലക്ഷണത്തില് അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരു എല്ലാം വഴിമുട്ടിയ പോലെ തോന്നും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് നമ്മള് ഈ ഇതേപോലെ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു തോന്നുന്നു. എന്നാലും നമ്മള് ഒന്ന് പരിമിതപ്പെടുത്താം. പിന്നെ നബിസ്വല്ലാസങ്ങളുടെ സന്ദേശങ്ങൾ നമ്മൾ പറഞ്ഞാൽ തീരൂല. ആരോഗ്യരംഗത്ത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഡോക്ടർ എവിടെ ജോലി ചെയ്യുന്നത്? എവിടെയെന്ന് പറഞ്ഞു? ഞാൻ കോഴിക്കോട് മെന്റൽ ഹെൽത്ത് സെന്റർ അവിടെ ഉള്ളല്ലേ? മാനസികാരോഗ്യ വിഷയത്തിൽ നല്ല സെന്റർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് റീഹാബിലിറ്റേഷനില് ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടല്ലോ. അവിടെ ഇപ്പം മറ്റുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. OCD, വസ്വാസ് എന്ന് പറയുന്ന അതിനൊക്കെ ചികിത്സകളുണ്ട്. അവിടെ ഇപ്പൊ കുതിരട്ടത്ത് ഇപ്പൊ പേഷ്യന്റ് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കൂടിക്കൊണ്ട് 475 സീറ്റ് ഉണ്ട് അവിടെ, ബെഡ് ഉണ്ട്. അത് ഗവൺമെന്റിന്റെ തന്നെ? ഗവൺമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മള് ചില ഭ്രാന്ത് അങ്ങനത്തെ രോഗങ്ങൾ മാത്രം, അത് 1000-ലൊരു രോഗം മാത്രമാണ് ഈ ഇത്തരം രോഗങ്ങൾ. ശാന്തമായ ഭ്രാന്തന്മാരെ ഏറ്റവും നല്ലൊരു കൗൺസിലിംഗ് സെന്റർ ആണ് അവിടെ. പല ആളുകൾക്കും അറിയില്ല. ലഹരി നിർത്താനുള്ള നല്ലൊരു കേന്ദ്രം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ നമ്മള് കേൾക്കുമ്പോ അങ്ങനത്തെ ആശുപത്രിയാണെന്നാണ് തോന്നുന്നത്. ശരി. അപ്പൊ അവിടെ അങ്ങനത്തെ മാനസികമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ചികിത്സകൾ, സൈക്കോളജിസ്റ്റുകൾ ഒക്കെ ഉണ്ട് അവിടെ. ഈ വസ്വാസിന്റെ അതൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. OCDക്കുള്ള ചികിത്സ ഒക്കെ ഉണ്ട്. നമുക്ക് ബാക്കി വിശദമായിട്ട് പിന്നെ ഒരിക്കൽ ഇരിക്കാം. നമ്മൾ തൽക്കാലം പിരിയല്ലേ? ശ്രോതാക്കൾക്കൊക്കെ ഒരു നന്ദി പറഞ്ഞ്. അൽഹംദുലില്ലാ, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ പറ്റിയ, ശീലിക്കാൻ പറ്റിയ ധാരാളം പാഠങ്ങൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. എല്ലാം നമുക്ക് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തി നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മാതൃകളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി സക്കാഫി ഉസ്താദ്, ഇബ്രാഹിം സക്കാഫി ഉസ്താദ്, ഡോക്ടർ ഷമീർ അലി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി വീക്ഷിച്ചിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാർക്കും എല്ലാ നിലക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപനം കുറിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.